അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ താരീഖ് ബുക്കിലെ 13ാം പാഠം തുടങ്ങാം. അപ്പോൾ നമ്മൾ 12ാം പാഠത്തിൽ എന്താണ് പഠിച്ചത്? എന്താണ്? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ കുറിച്ചാണല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6 ഇമാമുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അദ്ദർസു സാലിസ് അശർ അൽ-ഇമതു സിത്ത. 6 ഇമാമുകൾ. എന്താണ്? 6 ഇമാമുകൾ. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അതിന്റെ മുകളിൽ എഴുതാം. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അനുസരിച്ച് കർമ്മശാസ്ത്ര നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തവരാണ് മദ്ഹബുകളുടെ ഇമാം. അപ്പൊ ആരാണ് മദ്ഹബുകളുടെ ഇമാമുകൾ? ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അനുസരിച്ച് കർമ്മശാസ്ത്ര നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തവരാണ് മദ്ഹബുകളുടെ ഇമാമുകൾ. അപ്പോ മദ്ഹബുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ. ചിലപ്പോ നമ്മള് എവിടെയെങ്കിലും പോകുമ്പോ ഉസ്താദുമാര് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളെ ഉമ്മയും വാപ്പയൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇനി നമുക്ക് നോക്കാം. സമ്പൂർണ്ണ രൂപത്തിൽ നിലനിൽക്കുന്നത് 4 മദ്ഹബുകളാണ്. സമ്പൂർണ്ണ പറഞ്ഞെന്താ? ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു രൂപത്തില് അല്ലേ? ഒരു കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രൂപത്തില് ഉള്ള മദ്ഹബുകൾ എത്രയാണ്? 4 ആണ്. അവയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും 6 ഇമാമുകളായിട്ട് 4 മാത്രമേ പഠിക്കാൻ പോകുന്നുള്ളൂ അല്ലേ? 2 നമ്മൾ അഖീദയിലെ ഇമാമിനെ കുറിച്ചും ഈ 4 എന്താണ്? ഫിഖഹിലെ ഇമാമിനെ കുറിച്ചാണ്. ഫിഖഹിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? എന്താണ്? എങ്ങനെയാണ് വുളു എടുക്കുക, എങ്ങനെയാണ് നിസ്കരിക്കുക, എങ്ങനെയാണ് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുക, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹജ്ജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉംറ ചെയ്യേണ്ടത്, എവിടെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരാണെന്ത്? ഫിഖഹ് അല്ലേ? അഖീദയോ? അഖീദ എന്താ? ചരിത്രങ്ങളെ കുറിച്ചാണ് അല്ലേ? ഇനി നമുക്ക് തുടങ്ങാം. 1 ഹനഫി മദ്ഹബ്. അപ്പൊ ഒന്നാമത്തെ മദ്ഹബാണ് ഇത് ഹനഫി മദ്ഹബ്. ഹനഫി മദ്ഹബിന്റെ ഇമാമാണ് ആര്? നോക്കൂ, ഇമാം അബൂ ഹനീഫ നുഅ്മാൻ ബിൻ സാബിത് അൽ-കൂഫി റഹിമഹുല്ലാഹ് എന്നിവരാണ് മദ്ഹബിന്റെ ഇമാമ് അല്ലേ? അപ്പൊ നിങ്ങൾ ഈ പേര് കേട്ടു, ഇമാം അബൂ ഹനീഫ നുഅ്മാൻ ബിൻ സാബിത് അൽ-കൂഫി റഹിമഹുല്ലാഹ് അല്ലേ? കൂഫി നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? കൂഫി ഒരു സ്ഥലമാണ് അല്ലേ? ഈ ഇമാമ് ഏത്? അബൂ ഹനീഫ നുഅ്മാൻ ബിൻ സാബിത് റളിയല്ലാഹു അൻഹു അല്ലേ? എവിടെയാണ്? എവിടുത്തെ ആളാണ്? കൂഫിയിൽ ഉള്ള ആളാണ് അല്ലേ? കൂഫി നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? തജ്വീദിൽ ഒരു പാഠമുണ്ടല്ലേ? അതിൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ പഠിച്ചു. എന്ത്? കൂഫി, ബസ്റ, അങ്ങനെ ഹദർമൗത്ത് കുറേ പഠിച്ചില്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജനനം, വഫാത്ത് ആവുമ്പോഴുള്ള വയസ്സും. ഓക്കെ, അപ്പൊ നോക്കൂ, ജനനം ഹിജ്റ 80-ൽ, ജനനം ഹിജ്റ 80-ൽ, വഫാത്ത് 150-ൽ, വയസ്സ് 70 അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യാ? ബുക്ക് തുറക്കുമ്പോൾ വേഗം കിട്ടാൻ വേണ്ടിയിട്ട് ജനനം ഹിജ്റ 80-ൽ എന്നതിന്റെ മുകളിൽ എന്ത് ചെയ്യാ? അതിന്റെ നമ്പർ എഴുതാം 80 എന്ന്. പിന്നെ വഫാത്ത് 150 മേലെ എഴുതാം. ഓക്കെ, പിന്നെ വയസ്സ് 70, അതെന്ത് ചെയ്യാ? 70 എഴുതാം, നമ്പർ ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് വേഗം മനസ്സിലാവും അല്ലേ? അടുത്ത് നോക്കൂ, 2 മാലിക്കി മദ്ഹബ്. ഏതാണ് രണ്ടാമത്തെ മദ്ഹബ്? മാലിക്കി മദ്ഹബ്. ഇമാം മാലിക് ബിൻ അനസ് അൽ-അസ്ബഹി അൽ-മദനി റഹിമഹുല്ലാഹ് മദ്ഹബിന്റെ ഇമാം. ആരാണ് മദ്ഹബിന്റെ ഇമാം? ഈ മദ്ഹബിന്റെ മാലിക്കി മദ്ഹബിന്റെ ഇമാമാണ് ആര്?
ഇമാം മാലിക് ബിൻ അനസ് അൽ-അസ്ബഹി അൽ-മദനി റഹിമഹുല്ലാഹ്. അപ്പോൾ ഇമാം മാലിക് ബിൻ അനസ് എവിടെ നിന്നാണ്? മദീനയിൽ നിന്നാണ്. കാരണം എന്താണ്? മദനി എന്നാണല്ലേ എഴുതിയിട്ടുള്ളത്. ചില പേരിൽ മാത്രമേ നമുക്ക് കിട്ടൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. അടുത്തത് ജനനം ഹിജ്റ 95. ഏത് ഹിജ്റയിലാണ്? 95. എന്ത് ജനനാണോ വഫാത്താണോ? ജനനം. വഫാത്ത് 179. വയസ്സ് 84. എല്ലാത്തിൻ്റെയും മുകളിൽ അങ്ങനെ നമ്പർ അയച്ച് എഴുതാം. ഓക്കെ, നിങ്ങൾക്ക് നമ്പർ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയോടോ ഉപ്പയോടോ ഒക്കെ ചോദിച്ചാൽ മതി. 3. ഷാഫിഈ മദ്ഹബ്. എന്താണ് മൂന്നാമത്തെ മദ്ഹബാണേത്? ഷാഫിഈ മദ്ഹബ്. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ബിൻ ഉസ്മാൻ ബിൻ ഷാഫിഈ റഹിമഹുല്ലാഹയാണ് മദ്ഹബിന്റെ ഇമാം. ഇതിൽ നമുക്ക് സ്ഥലം അറിയില്ല അല്ലേ, കാരണം കൊടുത്തിട്ടില്ല. പിന്നെ ജനനം ഹിജ്റ 150. വഫാത്ത് 204. വയസ്സ് 54 അല്ലേ? 4. ഹംബലി മദ്ഹബ്. നാലാമത്തെ മദ്ഹബാണേത്? ഹംബലി മദ്ഹബ്. ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുല്ലാഹയാണ് മദ്ഹബിന്റെ ഇമാം. അപ്പൊ ആരാണ് ഈ മദ്ഹബിന്റെ ഇമാം? ഏത് മദ്ഹബിന്റെ? ഹംബലി മദ്ഹബിന്റെ ഇമാമാണ് ആര്? ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുല്ലാഹ് അല്ലേ? ഇനി നമുക്ക് ജനനം വഫാത്തും വയസ്സും നോക്കാം. ജനനം ഹിജ്റ 164. വഫാത്ത് 241. വയസ്സ് 77. അടുത്തത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിക്കപ്പെട്ട ത്വരീഖത്തുകൾ 2ആണ്. ത്വരീഖത്ത് പറഞ്ഞാല് ഒരു ഗ്രന്ഥം പോലെ കേട്ടോ. പിന്നെ തെളിവ് സഹിതം എന്താണ് വിശദീകരിക്കപ്പെട്ടതാണ് ത്വരീഖത്തുകൾ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ കാര്യങ്ങൾ. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ കാര്യങ്ങൾ അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം ആരൊക്കെയാണ് ഇമാമും ത്വരീഖത്തും. ഇമാം അബൂ അൽ ഹസ്നി അശ്അരി റഹിമഹുല്ലാഹ് എന്നവരുടെ അശ്അരി ത്വരീഖത്ത്. അപ്പോൾ ഇമാം അബുൽ ഹസനി അശ്അരി റഹിമഹുല്ലാഹ് എന്നവരുടെ ത്വരീഖത്താണ് ഏത്? അശ്അരി ത്വരീഖത്ത് അല്ലേ? ഇമാമിന്റെ ജനനം ഹിജ്റ 260. ഏതാണ്? 260. വഫാത്ത് 324. അത് വയസ്സല്ല കേട്ടോ, അത് വർഷാണ്. പിന്നെ വയസ്സ് 64. 2. ഇമാം അബൂ മൻസൂർ മുഹമ്മദുൽ മാതുരീദി റഹിമഹുല്ലാഹ് എന്നവരുടെ മാതുരീദി ത്വരീഖത്ത്. അപ്പോൾ ഇമാം അബൂ മൻസൂർ മുഹമ്മദുൽ മാതുരീദി റഹിമഹുല്ലാഹ് എന്നവരുടെ ത്വരീഖത്താണ് ഏത്? മാതുരീദി ത്വരീഖത്ത്. അവരുടെ വഫാത്ത് ഹിജ്റ 333. എന്താണ്? വഫാത്താണ്, ജനനം കൊടുത്തിട്ടില്ല. വഫാത്ത് ഹിജ്റ 333. വയസ്സും കൊടുത്തിട്ടില്ല. ജനനം വഫാത്തും അറിയെങ്കിൽ വയസ്സും അറിയാം അല്ലേ? വയസ്സും വഫാത്തും അറിയെങ്കിൽ ജനനവും അറിയാം അല്ലേ? അടുത്തത് കർമ്മപരമായി 4-ൽ ഒരു മദ്ഹബിനെയും വിശ്വാസപരമായ ഈ 2-ൽ ഒന്നിനെയും സ്വീകരിക്കൽ നിർബന്ധമാണ്. അപ്പൊ എന്താണ്? ഈ 4 മദ്ഹബുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഉറക്കെ പറയൂ. ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ് അല്ലേ? ഈ 4-ൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കലും. പിന്നെ ഈ 2 ത്വരീഖത്ത് ഏതൊക്കെയാണ്? അശ്അരി ത്വരീഖത്തും മാതുരീദി ത്വരീഖത്തിലും ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കൽ എന്താണ്? സുന്നത്താണോ? അല്ല, നിർബന്ധമാണ്. പക്ഷെ നമുക്ക് 2-3 ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെ മദ്ഹബുകളിലെ 4 എണ്ണത്തെ
സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഈ ത്വരീഖത്തുകൾ രണ്ടും ഒരുമിച്ച് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത് 1 പൂരിപ്പിക്കാം. എന്താണ് അവിടെ? ജനനം ഹിജറ, ഹിജറ ജനനം, ഹിജറ വഫാത്ത്, വയസ്സ്. അപ്പൊ ആദ്യം ആരുടെയാണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ജനനം ഹിജറ 80-ൽ, വഫാത്ത് 150-ൽ, വയസ്സ് 70. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെയോ? ജനനം ഹിജറ 95-ൽ, പിന്നെ വഫാത്ത് 179-ൽ, വയസ്സ് 84. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനനം ഹിജറ 150, വഫാത്ത് 204, വയസ്സ് 54. അടുത്തത് ഏതാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്നിവരുടെ എന്താണ്? ജനനം, വഫാത്ത്, വയസ്സ്. ജനനം ഹിജറ 164, വഫാത്ത് 241, വയസ്സ് 77. 2 അഖീദയിലെ 2 ഇമാമുകൾ. ഇമാം അബുൽ ഹസൻ അൽ-അശഅരി റഹിമഹുല്ലാഹ്, ഇമാം അബൂ മൻസൂർ മുഹമ്മദുൽ മാതുരിദി റഹിമഹുല്ലാഹ്. 3 സമ്പൂർണ്ണമായ മദ്ഹബുകൾ ഏതൊക്കെയാണ്? ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ്. ഇത് പഠിക്കാൻ ഒരു പാട്ട് ഞാൻ പഠിപ്പിച്ചുതരാം. എന്താണ്? ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ്. ഇത് നിങ്ങൾ എന്താ നോട്ട് പുസ്തകത്തിൽ എഴുതി പഠിക്കുക, പാട്ടും പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നല്ല പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലണം. ഇതിന്റെ മുന്നേ ഒരു ദുആ ഉണ്ടല്ലേ, അത് നമുക്ക് ചൊല്ലാം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദും വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലേ? അങ്ങനെ നമ്മുടെ താരീഖ് പുസ്തകം കഴിഞ്ഞു. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലിയാലോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.